നമസ്കാരം. ധ്വനിയുത്തമൻ. സാംസ്കാരിക നഗരമായ തൃശ്ശൂരാണ് എന്റെ നാട്. ജനിച്ച നാൾ മുതൽ അതിഗംഭീരമായി തൃശ്ശൂർ പൂരം ഞാൻ ആഘോഷിക്കാറുണ്ട്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ആചാരമാണ് തൃശ്ശൂർ പൂരത്തിന്റേത്. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും അഹങ്കാരം കൊണ്ട് തൃശ്ശൂർ പൂരം നിർത്തിവെക്കുന്നത് എന്റെ അറിവിൽ ഇതാദ്യത്തെ അനുഭവമാണ്. കുടമാറ്റത്തിന് രാംലല്ലയും അയോധ്യയുമെല്ലാം കണ്ണിന് കുളിർമയായി ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ ചിലർക്ക് അത് സഹിച്ചില്ല. സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ അത് അതിഗംഭീരമായി കണ്ണിറയെ ആസ്വദിച്ചു. പിന്നെ നടക്കുന്നതെല്ലാം നാടകീയമാണ്. രാത്രിയിൽ നടക്കുന്ന മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളും തടസ്സപ്പെടുത്താൻ തുടങ്ങി. പൂരപ്രേമികളെയും വാദ്യഘോഷങ്ങളെയും പോലീസിനെ കൊണ്ട് തടസ്സപ്പെടുത്തുവാൻ തുടങ്ങി. ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് ആകെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് മടത്തിൽ വരവ് വേദനയോടെ ചടങ്ങ് മാത്രമാക്കി. പറഞ്ഞ സമയത്തിൽ നിന്നും 4 മണിക്കൂർ വൈകിയാണ് വെടിക്കെട്ട് തുടങ്ങുന്നത്. അങ്ങനെ തൃശൂർക്കാരെയും അവരുടെ ആഘോഷത്തെയും അലങ്കോലപ്പെടുത്തുന്ന ഭരണകൂടത്തെ ഇനിയും സഹിച്ചാൽ നമുക്ക് തൃശൂർ പൂരം ഒരു ഓർമ്മയായി മാറും. തൃശൂർ പൂരം അത് ഞങ്ങളുടെ പ്രൗഢിയുടെ ഒരു ആഘോഷമാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. നാടിന്റെ ആഘോഷമാണ്. ഭരണകൂടം ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ ഭയക്കുന്നവരുമല്ല. ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇതെല്ലാം ഇല്ലാതെയായാൽ ചുരുങ്ങിയത് 1 ലക്ഷത്തിലധികം ആളുകളെങ്കിലും തൃശൂർ ജില്ലയിൽ ദരിദ്രരായി മാറും. ഈ പൂജാരി മുതൽ ഉത്സവത്തിന് ചെണ്ട കൊട്ടാൻ വരുന്നവൻ വരെ സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ള ആളുകൾ പരസ്പരം ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ക്ഷേത്രങ്ങളെ ബഹുമാനിക്കാൻ കഴിയാത്ത ഭരണകൂടത്തോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. നാടിന്റെ അന്നദാതാവായി നിലകൊള്ളുന്ന ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുക തന്നെ വേണം ഭരണകൂടം. അതിലൊരു തെറ്റുമില്ല, അതിലൊരു രാഷ്ട്രീയവുമില്ല.